അമ്മയുടെ വായിൽ എന്താ പിണ്ണാക്കാണോ എന്നാണ് ഇപ്പൊ നാട്ടുകാർ ചോദിക്കുന്നത്. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ ആരാണ് ആ പ്രമുഖർ എന്ന് നാട്ടുകാരും ഇങ്ങനെ ആരാഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അറിയാൻ വേണ്ടിയിട്ട് എല്ലാവരും വെമ്പല് കൊള്ളുകയാണ്. അപ്പം അമ്മയുടെ ഭാഗത്ത് നിന്ന് കൃത്യമായിട്ടുള്ള രീതിയിൽ യാതൊരു പ്രതികരണവും വന്നിട്ടില്ല. സിദ്ദിഖ് പറഞ്ഞത് ഇത് പഠിച്ചിട്ട് പ്രതികരിക്കുക എന്നുള്ളതാണ്. ഇതിൽ വന്ന കാര്യങ്ങൾ വളരെ അപലപനീയമായ കാര്യങ്ങളാണെന്ന് പറയാൻ പോലും അദ്ദേഹത്തിന് വാക്കുകൾ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. പുതിയ പുതിയ നടിമാർ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലുള്ള കാര്യങ്ങൾ സത്യാവസ്ഥയാണ്, ഇത്തരം കാര്യങ്ങൾ നടക്കുന്നുണ്ട് എന്ന് പറഞ്ഞ് പ്രതികരണങ്ങൾ വരുന്നു ഓരോ ആളുകളിൽ നിന്നും. അത്തരത്തിൽ വളരെ ഞെട്ടിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു പ്രതികരണം ഒരു നടീൻ്റെ ഭാഗത്തു നിന്ന് വന്നിരിക്കുകയാണ്. ജുബിത എന്നാണ് ആ നടിയുടെ പേര്. അവര് വളരെ മോശപ്പെട്ട രീതിയിലുള്ളൊരു സാഹചര്യത്തിലൂടെ കടന്നുപോയി എന്നാണ് അവർ പറയുന്നത്. പ്രത്യേകിച്ചും ഇടവേള ബാബുവിൻ്റെ വായിൽ നിന്ന് ഒരിക്കലും കേൾക്കാൻ പാടില്ലാത്ത ചില കാര്യങ്ങളൊക്കെ കേട്ടു. മുൻ ജനറൽ സെക്രട്ടറി ആയിരുന്നല്ലോ ഇടവേള ബാബു. അതായത് ഇവര് അതിൽ അംഗത്വം എടുക്കാൻ വേണ്ടിയിട്ടും, സ്വാഭാവികമായിട്ടും പുതിയതായിട്ടുള്ളൊരു നടിയാണ്, കൂടുതൽ സിനിമകളിലൊക്കെ അവസരം വേണമെങ്കിൽ ഇത്തരം സംഘടനകളുടെയൊക്കെ ഭാഗമായി നിന്ന് നിൽക്കേണ്ടിയൊക്കെ വരും. അപ്പം അതിൻ്റെ ഭാഗമായിട്ട് അമ്മയിലൊരു അംഗത്വം എടുക്കാൻ വേണ്ടിയിട്ട് ഇവർ ചെന്നപ്പം ഇടവേള ബാബു ഇവരോട് പറഞ്ഞത് ഒന്നെങ്കിൽ 1.5 ലക്ഷം രൂപ തരണം, പൈസ ഇല്ലെങ്കിൽ പോട്ടെ, നിന്റെ ശരീരം തന്നാൽ മതി, അംഗത്വം തരാം എന്നാണ് ഇടവേള ബാബു പ്രതികരിച്ചത് എന്ന് കഴിഞ്ഞ ദിവസം ഈ നടി മാധ്യമങ്ങളോടൊക്കെ പ്രതികരിക്കുകയുണ്ടായി. എന്ത് തോന്നുന്നു? സത്യത്തിൽ ഒന്ന് ആലോചിച്ച് നോക്കുക ഗൗതം. നമ്മളൊക്കെ ജോലി ചെയ്യുന്ന ഒരു സ്ഥലം, നമുക്കുമൊക്കെ അസോസിയേഷനൊക്കെ ഉണ്ട്. നമ്മളൊക്കെ ജോലി ചെയ്യുന്ന ഒരു സ്ഥലത്ത് ഒരു അംഗത്വം എടുക്കാനായി നമ്മൾ ചെല്ലുമ്പോൾ നമ്മളോട് അതിൻ്റെ തലപ്പത്തിരിക്കുന്ന ഒരാൾ പറയുകയാണ്, എനിക്ക് നിൻ്റെ പണമില്ലെങ്കിൽ വേണ്ട, നിൻ്റെ ശരീരം അതായത് നീ എൻ്റെ കൂടെ കിടക്ക പങ്കിട്ടാൽ മതി, നിനക്കിവിടെ അംഗത്വം കിട്ടും എന്ന് പറയുമ്പോൾ ജെനുവിനായിട്ട് അംഗത്വം എടുക്കാൻ വന്ന ഒരു സ്ത്രീയാണ് എങ്കിൽ അവരുടെ ആ മൈൻഡ് പോകുന്ന ഒരു രീതി ഒന്ന് ആലോചിച്ച് നോക്കൂ. അതായത് സത്യത്തിൽ ആ സ്ഥാനത്ത് നമ്മളൊക്കെ ആണെങ്കിൽ പഴയ ഒരു ക്ലീൻഷേ ചോദ്യം ചോദിക്കും, നിൻ്റെ വീട്ടിൽ അമ്മയും പെങ്ങന്മാരും ഇല്ലേടാന്ന് ചോദിക്കും, അല്ലെങ്കിൽ കരണത്തടിക്കും ഈ ചോദ്യം ചോദിച്ചിട്ട്. പക്ഷെ അവർ ഇത്രയും നാളത് മറച്ചു വെച്ചു. കാരണം ഇങ്ങനെയുള്ളവർ തുറന്ന് പുറത്ത് പറഞ്ഞാൽ ഇത്തരം കാര്യങ്ങൾ ഇപ്പോൾ പാർവതി തന്നെ പറഞ്ഞു, എന്തുകൊണ്ട് ഇവരുടെ പേരുകൾ വെളിപ്പെടുത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ ഒറ്റപ്പെടുത്തും. കാരണം ഇതിലുള്ളവരൊക്കെ വമ്പന്മാരാണ്. പാർവതിയെ പോലുള്ള അത്രയും പ്രശസ്തിയായിട്ടുള്ള ഒരു നടിക്ക് ഭയം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത്രയും സാധാരണക്കാരായിട്ടുള്ളവർക്ക് എങ്ങനെയാണ് അത് തുറന്നു പറയാൻ കഴിയില്ല. ഇത് തന്നെ ഇപ്പോൾ അവർ അത്രയും ഗതികെട്ടത് കൊണ്ടായിരിക്കാം ഈ കാര്യങ്ങൾ അവർ തുറന്നു പറഞ്ഞത്. അവർ തന്നെ നേരത്തെ ശ്രീനിവാസനുമായി അവർ കൂടിക്കാഴ്ച നടത്തിയപ്പോൾ അവരുടെ എഴുത്തുകളൊക്കെ, ജുബിത എന്ന് പറയുന്ന ഈ അഭിനേത്രിയുടെ എഴുത്തുകളൊക്കെ ശ്രീനിവാസൻ കണ്ടു. പിന്നീട് നിങ്ങൾ നന്നായിട്ട് എഴുതു, എന്നിട്ട് നമുക്കൊരു സിനിമ ചെയ്യാമെന്നൊക്കെ പറയുന്നു. പിന്നീട് അവർ ആ ഒരു അഭിനയിക്കുന്ന ഒരു സെറ്റിലേക്ക് എത്തുന്നു. അവരുടെ ഈ സ്ക്രിപ്റ്റ് അവിടെ തീരുമാനം എന്ന് പറയുന്ന സിനിമയുടെ അസോസിയേറ്റ് ഡയറക്ടറെ അവർക്ക് പരിചയപ്പെടുന്നു. അവർ എഴുതിയ സ്ക്രിപ്റ്റ് അയാളെ കാണിക്കുന്നു. അപ്പോൾ അയാളും പറയുന്നത്, എനിക്ക് ശരീരം തന്നാൽ ഇത് നമുക്ക് സിനിമയാക്കാം. ഇടവേള ബാബുവും ഇത് തന്നെയാണ് അവരോട് പറയുന്നത്, എനിക്ക് ശരീരം തന്നാൽ നിനക്ക് അമ്മയിൽ അംഗത്വം തരാം. അപ്പോൾ അവർ പറയുന്നുണ്ട്, നീ അല്ലല്ലോ സിനിമയുടെ അവസാന വാക്ക് എന്നുള്ളത്. പക്ഷേ അമ്മയുടെ മുൻ ജനറൽ സെക്രട്ടറിയാണ് ഇടവേള ബാബു. അമ്മ എന്ന സംഘടനയിലെ അവസാന വാക്ക് ഇടവേള ബാബുവാണ്. കാരണം എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുന്നതും ഒരു പരിധിവരെ അമ്മയുടെ ഒരു നെടും തൂണായി നിന്ന ആളാണ് ഇടവേള ബാബു എന്ന് പറയുന്നത്. ഇടവേള ബാബുവിലൂടെയാണ് പല കാര്യങ്ങളും അവിടെ മറിഞ്ഞും തിരിഞ്ഞും ഒക്കെ പൊയ്ക്കൊണ്ടിരിക്കുന്നത്, ഈ സംഘടനയുടെ അംഗത്വവുമായി ഒക്കെ ബന്ധപ്പെട്ടുകൊണ്ട്. നമ്മൾ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പല ആവർത്തി നമ്മൾ ചർച്ച ചെയ്യുന്നു. ഗൗതം തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ ആരാണ് ആ നടന്മാർ എന്നറിയാൻ ആ 15 നടന്മാരായ പവർ ഗ്രൂപ്പ് മാഫിയ എന്ന് തിലകൻ പറഞ്ഞ ആ പവർ ഗ്രൂപ്പ് ആരാണ് എന്നറിയാനുള്ള ആ ഒരൊറ്റ ആകാംക്ഷ മാത്രമേ മലയാളികൾക്കുള്ളൂ, അല്ലെങ്കിൽ പ്രേക്ഷകർക്കുള്ളൂ, അല്ലെങ്കിൽ കേട്ടുകൊണ്ടിരിക്കുന്നവർക്കുള്ളൂ എന്നുള്ളത്. പക്ഷേ ഈ പവർ ഗ്രൂപ്പിലുള്ളവർ നടത്തിയ സെക്സ്, വയലൻസ്, ഡ്രഗ്സ്, ഇതൊക്കെ ഒരു ആണധികാര കേന്ദ്രമായി മലയാള സിനിമയെ മാറ്റിയത്, ഇതൊന്നും ആരും എവിടെയും ചർച്ച ചെയ്യുന്നില്ല. അതായത് പെണ്ണിൻ്റെ ശരീരം മതി. ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പറയുന്നത് ഒരു സ്ത്രീ രാത്രി ഉറങ്ങാതിരുന്നിട്ടുണ്ട് അവരുടെ ശരീരം കാത്തു സൂക്ഷിക്കാൻ എന്നാണ് പറയുന്നത്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ, ഒരു പെണ്ണ് അവൾക്ക് ജീവിക്കാൻ, അവളുടെ ശരീരം കാത്തു സൂക്ഷിക്കാൻ അവൾ ഉറങ്ങാതെ കണ്ണിൽ എണ്ണ ഒഴിച്ചിരിക്കണം. അവളുടെ പാഷനായിരിക്കും സിനിമ. 17-18 തവണ മലയാളി സിനിമയിൽ ഒരുപാട് നല്ല സിനിമകൾ, കലാമൂല്യമുള്ള സിനിമകൾ വരുന്നുണ്ടെന്ന് പറയുമ്പോഴും
ഇത്തരം പ്രവർത്തികളാണ് ഇതിന്റെ അകത്ത് അതെ, നടക്കുന്നത് ശരിക്കും അല്ല, അതിശയിപ്പിക്കുന്നു. ഒന്ന് ആലോചിച്ച് നോക്കൂ. ഗൗതം ഒരു പുരുഷനാണ്. ഗൗതം വർക്ക് ചെയ്യുന്ന ഒരു സ്ഥാപനത്തിൽ ഒരു സ്ത്രീ ഒറ്റപ്പെട്ടു പോയി. ആ സ്ത്രീ എങ്ങനെ സുരക്ഷിതമായി അവർ താമസിക്കുന്ന സ്ഥലത്തെത്തിക്കാം, അല്ലെങ്കിൽ അവരെ എങ്ങനെ സുരക്ഷിതമായി എത്തിക്കാം എന്നായിരിക്കും ഗൗതം ആദ്യം ചിന്തിക്കുന്നത്. അത് വളർന്നു വരുന്ന ഒരു രീതി കൂടെ അതിലുണ്ട്. പക്ഷെ ഇവരൊക്കെ ചിന്തിക്കുന്ന അങ്ങനെ, ഒറ്റയ്ക്ക് കിട്ടിയാൽ അവളെ എങ്ങനെ, അവളുടെ ശരീരം കൈകാര്യം ചെയ്യാൻ, അവളുടെ ശരീരം എങ്ങനെ പങ്കിടാം, ഇതിനെക്കുറിച്ചാണ് ഇവരൊക്കെ ചിന്തിക്കുന്നത്. 17-18 തവണ ഒരു സ്ത്രീയുടെ അല്ലെങ്കിൽ ഒരു നടിയുടെ കഥകിൽ തട്ടുമ്പോൾ അവർക്കത് പ്രതികരിക്കാൻ പോലും പറ്റാതെ വരുമ്പോഴുള്ള അവരുടെ ഒരു അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കണം. ഈ പാർവതി തിരുവോത്തിരെ പോലെ, റിമ കല്ലിങ്ങിനെ പോലെയും, രമ്യ നമ്പീശനെ പോലെയും അത്രയും തൻ്റെ ഇടം ബോൾഡായിട്ടുള്ള സ്ത്രീകൾ പോലും ഇവരുടെ പേരുകൾ പുറത്തു പറയാൻ ഭയപ്പെടുന്നുണ്ട് എങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കണം. ഇവരെയൊക്കെ എത്രമാത്രം ഭയപ്പെട്ടാണ് ജൂനിയർ ആർട്ടിസ്റ്റ് പോലെയുള്ളവർ ഈ സിനിമയിലൂടെ കടന്നു പോകുന്നത് എന്നുള്ളത്. മാത്രമല്ല, ലിപ് ലോക്ക് എന്ന് പറഞ്ഞുകൊണ്ട് പല പെൺകുട്ടികളുടെയും ചുണ്ടുകൾ കടിച്ചു കീറുന്നു. അവർ അതിന് നിന്നു കൊടുത്തില്ല എങ്കിൽ പല തവണ സിനിമയിൽ ടേക്കുകൾ എടുക്കുന്നു. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഈ സിനിമയിൽ സംഭവിക്കുന്നു എന്ന് പറയുമ്പോൾ ഇതെല്ലാ മേഖലയിലും ഉണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ ABC മലയാളത്തിൽ ഒരു മുതിർന്ന മാധ്യമ പ്രവർത്തകയുമായി ചർച്ച ചെയ്തപ്പോൾ അവരും പറയുന്നത് അങ്ങനെ തന്നെയാണ്. ഇത് സിനിമാ മേഖലയിൽ മാത്രമുള്ളതല്ല, എല്ലാ മേഖലയിലും, നമ്മുടെ മാധ്യമ മേഖലയിലും, ആശുപത്രി ആയാലും, പോലീസിൻ്റെ മേഖല, എല്ലാ മേഖലയിലും ഉണ്ട്. പക്ഷേ സിനിമ എന്ന് പറയുന്നത് ഒരു ഗ്ലാമർ ലോകമാണ്. ഒരുപാട് പേർ അതിനെ ആശ്രയിച്ച് ജീവിക്കുന്നവരാണ്, ഒരുപാട് പേർ ഇതുകൊണ്ട് വളരുന്നവരാണ്, ഒക്കെ ചെയ്യുന്നവരാണ്. അപ്പം ഈ മേഖലയിൽ ഒരു ചെറിയ വേഷത്തിനായി ഇപ്പോൾ ഇതിനു മുൻപേ ഒരു സംവിധായകനും നടനുമായ ഒരു വ്യക്തി, ഒരു സ്ത്രീ അയാൾക്കെതിരെ പരാതി കൊടുത്തിട്ട് ആ പരാതി നിലനിന്നിരുന്നില്ല. 19 തവണ അയാൾ പീഡിപ്പിച്ചു എന്നാണ് പറയുന്നത്. പക്ഷേ അവർ ഉഭയകക്ഷി സമ്മതപ്രകാരമുള്ള പീഡനമാണ്. പിന്നീട് ആ നടിക്ക് അയാളുടെ അടുത്ത സിനിമയിൽ ചാൻസ് കൊടുക്കാതെ വന്നപ്പോൾ അവർ ഇയാൾക്കെതിരെ ലൈംഗിക ആരോപണം ഉയർത്തിയതാണ്. അങ്ങനെയും ഉള്ളവരുണ്ട്. ഇവിടെ സ്ത്രീ മാത്രം ചൂഷണം ചെയ്യപ്പെടുന്നു എന്നുള്ളതല്ല, പുരുഷനും ചൂഷണം ചെയ്യപ്പെടുന്നുണ്ട്. പക്ഷേ സിനിമയെ സംബന്ധിച്ചിടത്തോളം ചെറിയ ചെറിയ വേഷങ്ങളിൽ അഭിനയിക്കാൻ എത്തുന്ന ജൂനിയർ ആർട്ടിസ്റ്റുമാർ ഉപയോഗിക്കുന്നു. വരുന്ന ജീവിത സാഹചര്യം എന്ന് പറയുന്നത് നല്ലൊരു ജീവിത സാഹചര്യമായിരിക്കും. അപ്പൊ സ്വാഭാവികമായിട്ടും അവർക്ക് തൻ്റെ ഇടം ഉണ്ടാവും. പക്ഷെ ഇതേ ജീവിത സാഹചര്യത്തിൽ നല്ല മെച്ചപ്പെട്ട ഒരു ജീവിത സാഹചര്യത്തിലായിരിക്കില്ല പലരും വരുന്നത്. അപ്പം അത്തരം ആളുകൾ പാഷന്റെ പുറത്ത് മാത്രം സിനിമയിൽ എന്തെങ്കിലും ആയിത്തീരുക എന്ന പ്രതീക്ഷയിൽ വരുമ്പം അവർക്ക് നേരിടേണ്ടി വരുന്നത് ഇത്തരം രീതിയിലുള്ള വളരെ കടുത്ത രീതിയിലുള്ള പ്രശ്നങ്ങളാണെന്ന് പറയുമ്പോൾ അവർക്ക് സ്വാഭാവികമായിട്ടും പ്രതികരിക്കാനുള്ള ധൈര്യം ഉണ്ടാവില്ല. ഈ പലരും ഇപ്പൊ ഗൗതം ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല, ഈ പഴയകാല സിനിമകൾ എടുത്താൽ 1-2 സിനിമയിലൊക്കെ അഭിനയിച്ചിട്ട് കേരളം തന്നെ വിട്ടുപോയ നടിമാരുണ്ട്. പലരും പിന്നീട് തിരിച്ചു ഈ അടുത്ത കാലത്ത് ഒരു വൈറലായ ഒരു 90 കിഡ്സിൻ്റെയൊക്കെ സമയത്ത് വൈറലായ ഒരു പാട്ടിലെ നായിക ഒരു അഭിമുഖം കൊടുക്കുന്നത് കണ്ട് അവരോട് അവതാരകൻ ചോദിക്കുന്നുണ്ട്, ഈ സിനിമയിലേക്ക് തിരിച്ചു വരാൻ താല്പര്യമുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു, എനിക്ക് തിരിച്ചു വരാൻ താല്പര്യമില്ല, എന്നെ പലരും സമീപിച്ചിട്ടുണ്ട്, പല കഥാപാത്രങ്ങളും ചെയ്യാൻ തിരിച്ചു വരുമെന്ന്, പക്ഷേ അവർക്കത് ചെയ്യാൻ താല്പര്യമില്ല എന്ന് പറയുമ്പോൾ ഒരുപക്ഷെ അവർ സിനിമയിൽ നിന്ന് നേരിട്ട ദുരനുഭവം കൊണ്ട് തന്നെയായിരിക്കാം, അല്ലെങ്കിൽ ഇത്തരം അനുഭവങ്ങൾ സിനിമയിൽ നിന്നാൽ നേരിടും എന്ന് അവർക്ക് ഉള്ളിൽ തോന്നിയത് കൊണ്ടായിരിക്കാം അത് വിട്ടിട്ട് ഓടിയ പലരും കാറ്ററിംഗ് ഈ സിനിമയിൽ 1-2 സിനിമയിൽ സജീവമായ നായികമാരെ, സൂപ്പർ സ്റ്റാറുകളുടെ നായികമാരായി അഭിനയിച്ചവർ ഹോട്ടലുകൾ നടത്തുന്നു, കാറ്ററിംഗ് ചെയ്യുന്നു. കാരണം അവർക്കൊന്ന് ഈ മേഖലയിൽ ഈ പറയുന്നത് പോലെ അഡ്ജസ്റ്റ്മെൻറ്റുകൾക്ക് വഴങ്ങാൻ അവർ തയ്യാറല്ല എന്നുള്ളതാണ്. ഇത് പാഷനായി വന്നതാണ്. ഇതിൽ അഡ്ജസ്റ്റ്മെൻറ്റുകൾക്ക് വഴങ്ങേണ്ട കാര്യമില്ല. തനിക്ക് കഴിവുണ്ട് എങ്കിൽ ഈ മേഖലയിൽ പിടിച്ചു നിൽക്കാം, ഇല്ലെങ്കിൽ അഡ്ജസ്റ്റ്മെൻറ്റിന് വഴങ്ങിക്കൊണ്ടുള്ള ഒരു മുന്നോട്ട് പോക്ക്, ഒരു അഭിനയ ജീവിതം തനിക്ക് വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ഇട്ടിട്ട് പോകുന്നവരുണ്ട്. അല്ല, അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോയി അവർക്ക് പരാതികൾ ഉണ്ടാവില്ല ചിലപ്പോൾ. ഈ അവർ അല്ലാതെ പിന്നെ നായികമാരെ കുറിച്ച് ഇപ്പോൾ പല നായികമാർക്കും ക്യാരവാനുണ്ട്, അവിടെ ഒന്ന് മൂത്രമൊഴിക്കാൻ പോലും തങ്ങളെ അനുവദിക്കാറില്ല എന്ന് പറഞ്ഞുകൊണ്ട് പല ജൂനിയർ ആർട്ടിസ്റ്റുമാര് സ്ത്രീകൾ പരാതി നൽകിയിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. മൂത്രമൊഴിക്കാൻ സ്ഥലമില്ലാത്തതുകൊണ്ട് വെള്ളം കുടിക്കാതെ മണിക്കൂറുകളോളം ഇരുന്നു എന്ന് പറയുന്നത് എത്ര നീചമായ ഒരു അവസ്ഥയെന്ന് നോക്കൂ. അതും കേരളത്തിലാണ്, ജനാധിപത്യ ഒരു രാജ്യത്താണ് ഇത്രത്തോളം സ്ത്രീകൾ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത്. സ്ത്രീകൾ ഇത്രത്തോളം ഒരു തരത്തിലും അവർക്ക് മുന്നോട്ട് പോകാൻ, ചൂഷണത്തിന്റെ ഏറ്റവും മൂർധന്യ അവസ്ഥയിലേക്ക് എത്തുന്നത്. അഭിമാനിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്തരം റിപ്പോർട്ടുകളും ഇത്തരം പ്രശ്നങ്ങൾ വലിയ രീതിയിൽ ചർച്ച ചെയ്യുന്നതും മലയാളം ഇൻഡസ്ട്രിയിൽ മാത്രമാണ്. തീർച്ചയായിട്ടും മറ്റ് ഇൻഡസ്ട്രിയിൽ ഞാൻ ഇതിന് ഒരാളുടെ കൂട്ട് കണ്ടു, ആ നടിയുടെ പേര് ഞാൻ ഓർമ്മിക്കുന്നില്ല. ഈ മറ്റ് ഭാഷയിലെ ഒരു നടിയാണ്, അഭിനയിക്കുന്ന നടിയാണ്. ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് കീറിക്കളയണം എന്നാണ് അവർ പ്രതികരിച്ചത്.
മറ്റ് ഇൻഡസ്ട്രിയിലുള്ള നടിമാർ ഇത്തരം ചൂഷണങ്ങൾ സ്വാഭാവികമായിട്ടും നേരിടുന്നുണ്ടാവും എന്നുള്ളത് നമുക്ക് അറിയാം. മാലാ പാർവതി ഒരു ഇന്റർവ്യൂല് പറഞ്ഞിട്ട് പാക്കേജ് അനുസരിച്ചാണ് ഈ കിടന്നുകൊടുപ്പൊക്കെ പാക്കേജ് അനുസരിച്ചാണെന്ന്. ഇത്ര സിനിമയിൽ റോള് തരാം, പ്രൊഡ്യൂസറിനാണോ ക്യാമറാമാനാണോ സംവിധായകനാണോ ആർക്കാണ് വേണ്ടത് അതനുസരിച്ച് പാക്കേജുകളാണ് എന്നുള്ളത്. സത്യത്തിൽ ഇതൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ തന്നെ ചിന്തിക്കും ഇങ്ങനെയൊക്കെ ഈ ഇൻഡസ്ട്രിയുടെ ഒരു പൊതു സ്വഭാവമാക്കിയിട്ട് ഇതിനെ മാറ്റുക. അതായത് ഇവിടെ അഡ്ജസ്റ്റ്മെന്റ് ഒക്കെ ഉണ്ട്, അത് ഈ ഒരു ഇൻഡസ്ട്രിയുടെ ഒരു പൊതുവായ കാര്യമാണ്. അത് കോംപ്രമൈസ് ചെയ്യുക, അത് നോർമലൈസ് ചെയ്യുന്ന ഒരു രീതി. ഇതിവിടെ ഇങ്ങനെയാണ് നടക്കുന്നത്. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ വന്ന് കിടന്നു നിന്നിട്ട് അടുത്ത സിനിമയിലോ 4-5 സിനിമയിൽ അഭിനയിക്കൂ എന്നുള്ളതാണ്. ഭയപ്പെടുത്തുന്നത് പുതുതായിട്ട് ഈ ഇൻഡസ്ട്രിയിലേക്ക് കയറാൻ വേണ്ടി താല്പര്യപ്പെടുന്ന നടിമാർക്കാണ്. ഇത് കൂടുതൽ ഈ റിപ്പോർട്ടുകളും തുടർന്ന് ഈ ദിവസങ്ങളിലൊക്കെ നടത്തുന്ന ചർച്ചകളൊക്കെ ഭയപ്പെടുത്തുന്നത് ശരിക്കും അവരെയാണ്. അല്ല, എനിക്ക് തോന്നുന്നു പാർവതി തിരുവോത്ത് പോലെയുള്ള ഈ ബോൾഡായിട്ടുള്ളവർ പോലും ആ പേരുകൾ പുറത്തു പറയാൻ മടിക്കുന്ന ഈ സാഹചര്യത്തിൽ പുതുതലമുറ ഇനി അഭിനയ ജീവിതം ഒന്നും തിരഞ്ഞെടുക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അവർ കാരണം എല്ലാവരും വിദ്യാഭ്യാസമുള്ളവരാണ്. അവർ ഈ പുതുതലമുറയിലെ യുവതാരങ്ങളെന്ന് നമ്മൾ വിളിക്കുന്നു. സിനിമയിലൊക്കെ അവർക്ക് ഹീറോ പരിവേഷമാണ്. അവർ മറ്റേ സത്യത്തിന് മറ്റേ നിയമവിരുദ്ധമായ കാര്യങ്ങൾക്കെതിരെ ഘോരമായി പ്രസംഗിക്കുന്നു. ഒരു മനുഷ്യജീവന് വേണ്ടി അങ്ങ് അകമഴിഞ്ഞ് സേവനം നടത്തുന്നു. ഇതൊക്കെ കാണുന്ന യുവതലമുറയിലെ ഏതെങ്കിലും ഒരാൾ ഈ ഒരു വിഷയത്തിൽ പ്രതികരിക്കുന്ന ആസിഫ് അലി എങ്ങാണ്ട് എന്തോ പറഞ്ഞു എന്നതിനപ്പുറം ആസിഫ് അലി കാര്യങ്ങൾ ഇതേ രീതിയിലാണ് പോകുന്നതെങ്കിൽ മാറ്റങ്ങൾ വരണമെന്ന് പറഞ്ഞതിനപ്പുറം ഒരു നടന്മാരാരെങ്കിലും ഒരാൾ ഈ വിഷയത്തെക്കുറിച്ച് പ്രതികരിക്കുന്നത് നമ്മൾ ആരെങ്കിലും കണ്ടായിരുന്നു? അപ്പോൾ ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവർക്കൊക്കെ അറിയാം ഇത്തരം പ്രശ്നങ്ങൾ സിനിമയിൽ നടക്കുന്നുണ്ട്. എന്തെങ്കിലും പ്രതികരണം നടത്തിയാൽ മറ്റുള്ളവരെ, അതായത് സൂപ്പർ സ്റ്റാറുകൾ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ വിളിക്കുന്ന ഈ WCC എഴുതിയതുപോലെ ചന്ദ്രന് നിറം മങ്ങി എന്നൊക്കെ പറയുമ്പോൾ നക്ഷത്രങ്ങളിൽ ജീവിക്കുന്നവർക്ക് ഒരുപക്ഷെ അവർക്കിതൊന്നും വലിയ വിഷയമുള്ള കാര്യമല്ല. അതുകൊണ്ട് നാളെ അവർക്കെതിരെ പ്രതികരിച്ചാൽ സിനിമ ഇല്ലാതാകുമോ, വീട്ടിലിരിക്കേണ്ടി വരുമോ എന്നൊക്കെയുള്ള ഭയമായിരിക്കാം ഈ യുവ നടന്മാരെ കൊണ്ട് ഇതൊക്കെ ചെയ്യിപ്പിക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ലെങ്കിൽ പിന്നെ എന്തെങ്കിലുമൊക്കെ ഒരു പ്രതികരണമൊക്കെ നമ്മൾ പ്രതീക്ഷിച്ച് ചെയ്യുന്ന നടന്മാരുണ്ട്. ഇവരൊക്കെ ഈ റിപ്പോർട്ട് പുറത്തു വന്നാൽ തീർച്ചയായിട്ടും പ്രതികരിക്കുമെന്ന് പറഞ്ഞവരൊക്കെ ഉണ്ട്. ഇവരാരും പ്രതികരിക്കുന്നില്ല. പ്രത്യേകിച്ച് ഞാനൊക്കെ വിചാരിച്ചു ഫഹദ് ഫാസിൽ, പൃഥ്വിരാജ് ഇവരൊക്കെ നടിമാരാരാണ് യുവ നടിമാരിൽ ആരൊക്കെയാണ് പ്രതികരണം നടത്തിയിട്ടുള്ളത്? ഇപ്പൊ മലയാളത്തിൽ നിന്ന് പുറത്തു പോയി വലിയ രീതിയിൽ പ്രശസ്തി നേടുന്ന നടിമാരാണ് ഇപ്പം പ്രിയ വാര്യർ, അനുപമ പരമേശ്വർ, കീർത്തി സുരേഷ്. കീർത്തി സുരേഷിന്റെ അമ്മയെ തട്ടിക്കൊണ്ടു പോകാനുള്ള ഇത് നടത്തിയെന്ന് വരെയുള്ള കാര്യങ്ങൾ പുറത്തു വരുന്നുണ്ട് മേനക സുരേഷിന്. എന്നിട്ട് പോലും കീർത്തി സുരേഷ് പ്രതികരിച്ചിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ നമ്മളെപ്പോലുള്ള മാധ്യമ പ്രവർത്തകർ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് നമുക്ക് അടുത്ത വാർത്ത വരുമ്പോൾ ഹേമ കമ്മിറ്റിയും മറക്കും, ഈ ബുദ്ധിമുട്ടായ ജൂനിയർ ആർട്ടിസ്റ്റുകളെ മറക്കും, ഈ കൂടെ കിടക്കാൻ വിളിച്ചവനെ മറക്കും, കൂടെ കിടക്കണമെന്ന് പറഞ്ഞവരെ ഒക്കെ നമ്മൾ മറക്കും. നമ്മൾ അടുത്ത വിഷയത്തിലേക്ക് പോകും. കുറച്ച് മാസങ്ങൾക്ക് മുമ്പ്, കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ്, കഴിഞ്ഞ വർഷമാണെന്ന് തോന്നുന്നു, ഈ വിജയ് ബാബുയുടെ വിഷയം നമ്മൾ ചർച്ച ചെയ്തതാണ്. ആ നടിയുടെ പേര് ഞാൻ മറന്നുപോയി. അദ്ദേഹം തന്നെ പരസ്യമായിട്ട് ഓൺലൈനിൽ വന്ന ആ സാധനം പ്രതികരിച്ചിട്ടുണ്ടായി. ആ നടിയുടെ പേര് അദ്ദേഹം പറഞ്ഞു. പിന്നീട് ആ നടിയുടെ പേര് പറഞ്ഞതിന്റെ പേരിൽ കേസ് കൊടുത്തു. എപ്പോഴും ഈ സ്ത്രീ പുരുഷനെതിരെ കൊടുത്താൽ എപ്പോഴും ഇരയാണല്ലോ. ഇരയുടെ പേര് വെളിപ്പെടുത്താൻ പാടില്ലാത്തതുകൊണ്ട് നമുക്കും ആ പേര് വെളിപ്പെടുത്താൻ കഴിയില്ല. എന്തായാലും ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിൽ ഇവിടെ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. സിനിമാ മേഖല മാറാൻ പോകുന്നില്ല. സിനിമാ മേഖലയിൽ ഒരു മാറ്റവും ഉണ്ടാകാൻ പോകുന്നില്ല എന്നുള്ളതൊരു യാഥാർത്ഥ്യം തന്നെയാണ്.